പെരുമ്പാവൂർ പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ 4ാമത് പി രമേശ് സ്മാരക പത്രപ്രവർത്തക പുരസ്കാരം മാതൃഭൂമി പുൽപ്പള്ളി ലേഖകൻ അരവിന്ദ് സി പ്രസാദിന്. വയനാട് എഡിഷനിൽ പ്രസിദ്ധപ്പെടുത്തിയ ക്വാറികൾ വിഴുങ്ങുന്നു മുല്ലൻകൊല്ലിയെ എന്ന വാർത്താ പരമ്പരയ്ക്കാണ് പുരസ്കാരം. ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദാനന്തര ബിരുദധാരിയായ അരവിന്ദ് 2014 മുതൽ മാതൃഭൂമി ലേഖകനാണ്. നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് ജഡ്ജസിന് അധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നമ്മൾ എടുത്തു 8 നമ്മൾ കൊടുത്തു. അതില് മൂന്ന് ജഡ്ജസ് ആയിരുന്നു. ജഡ്ജസിന്റെ പേര് ഞാൻ പറയാം. ഈ 3 പേരും ഏകദേശം ഒരേപോലെ മാർക്കിട്ടത് മാതൃഭൂമിയുടെ പുൽപ്പള്ളിയിലെ പ്രാദേശിക ലേഖനാണ് ശ്രീ അരവിന്ദ് ശ്രീ പ്രസാദ്. അദ്ദേഹത്തിനാണ് അവാർഡിനായി നമ്മൾ തിരഞ്ഞെടുത്തുള്ളത്. ക്വാറികൾ വിഴുങ്ങുന്നു മുള്ളൻകൊല്ലിയെ എന്നാണ് ആ ഒരു പരമ്പരയാണ്. അതായത് അവിടുത്തെ വളരെ ഒരു കാലത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള കുരുമുളക് ഉത്പാദിപ്പിക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നത്. ആ പഞ്ചായത്തില് പിന്നീട് ക്വാറികൾ നടന്നു കാലാവസ്ഥ വ്യതിയാനം വന്നു. ഇപ്പൊ ആ കുരുമുളക് കൃഷി അവിടെ ഇല്ല. അവിടെ പശു വളർത്തല് മറ്റുള്ള കൃഷികളൊക്കെയാണ് നമുക്ക് പോകുന്നത്. കുരുമുളക് അവിടെ കത്തുകയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാമൂഹികമായ പ്രശ്നം ഏറ്റെടുത്ത് അതിന് പരമ്പര 3, 4, 5 ദിവസങ്ങളായി ചെയ്ത പരമ്പരയുടെ ഭാഗമായിട്ട് ആ ക്വാറികൾ നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിച്ച് നിർത്തിവെച്ച ഒരു സ്റ്റോറിയാണ്. വളരെ സാമൂഹികമായിട്ടുള്ള പല സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുടെ അഭിപ്രായങ്ങളെ ഉൾപ്പെടുത്തി വളരെ സമഗ്രമായി തന്നെ ആണ് ആ വാർത്ത ആ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന് ഏതാണ്ട് 3 ജഡ്ജസും ഏകദേശം ഒരേ മാർക്ക് തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഒരാൾക്കാണ് വഹിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ആ വാർത്തയ്ക്ക് തന്നെ നമ്മൾ 1ാം സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. 10,000 രൂപയും ഒരു പ്രശസ്തി പത്രവും ഒരു മൊമെന്റോയുമാണ് നമ്മളെല്ലാ വർഷം കൊടുക്കുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകരായ VR രാജ്മോഹൻ, MN ഉണ്ണികൃഷ്ണൻ, സുഗതൻ P ബാലൻ എന്നിവരുൾപ്പെട്ട വിധി നിർണായക സമിതിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. അവാർഡ് സമർപ്പണ തീയതി പിന്നീട് അറിയിക്കും. വിധി നിർണായക സമിതി അധ്യക്ഷൻ VR രാജ്മോഹൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് EK ഇക്ബാൽ, സെക്രട്ടറി B രാജീവ, ട്രഷറർ UU മുഹമ്മദ് കുഞ്ഞ് എന്നിവർ സംസാരിച്ചു. Bobby Chamanur International Jeweler.